അപ്പൊ ബാസിലിന്റെ ബർത്ത്ഡേ 23-ാം തീയതിയാണ്. അപ്പൊ ഈ ബാസിലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ നീചന്മാരും ക്രൂരന്മാരും ആയതുകൊണ്ട് തന്നെ ബർത്ത്ഡേന്റെ ഡേറ്റ് ഞങ്ങളോട് പറയൂല. ഞങ്ങൾ ആഘോഷിക്കില്ല എന്നുള്ളൂ, പക്ഷെ അലമ്പാക്കാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരാണ്. പണ്ടത്തെ വീഡിയോസ്, ഓന്റെ പഴയ കാര്യങ്ങൾ ചെയ്തു വെച്ച ടിക്ടോക്കുകൾ തുടങ്ങിയ സംഭവങ്ങളൊക്കെ. അപ്പൊ ഓന്റെ ഒരു 3-4 കൊല്ലം മുമ്പിൽ ബർത്ത്ഡേക്ക് ഒരു മതിയാക്കി കൊടുത്തിനി. അതായത് ഓന്റെ പഴയ ടിക്ടോക്ക്, ഒരു പെൺകുട്ടിന്റെ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോ ഓടണേ, അതുപോലെ അല്ല അത് മറ്റൊരു സിനിമ ഇറങ്ങിയില്ലേ, അങ്ങനെ വെടിക്കുന്ന ഒരു സിനിമ ഇറങ്ങിയില്ലേനു. അതെ, ഞാൻ കോളേജ് പഠിക്കണേ 2018-17 അപ്പൊ അന്നൊരു എല്ലാവരും ചെയ്തു. അപ്പൊ 18ാമത്തെ സീൻ കോളേജിലെ ബാസിൽ പ്രിയാവരമായി മരിച്ച അപ്പൊ ഞങ്ങൾ പുറത്തു വിട്ടിട്ടില്ല ബാസിലിന്റെ നിർബന്ധ പ്രകാരം. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഒരു 4 കൊല്ലം മുമ്പ് ഞങ്ങൾ ഒന്നായിട്ട് അങ്ങോട്ട് വിട്ടു. അതിലെന്ത് പോയി, ഞങ്ങൾ പണ്ട് ഫേസ് ആപ്പ് പറഞ്ഞ ആപ്പ് ഉണ്ട്. അതില് ഒപ്പമുള്ള ആൺകുട്ടികളെ പെൺകുട്ടികളെ കോലത്തിലാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പം ബാസിൽ ബാസിൽ ഞങ്ങളെ കൂട്ടത്തിൽ വേറെ കുറച്ച് ആൾക്കാരുണ്ടായി. അപ്പൊ ആഷിഖിന്റെ തോളത്ത് ബാസിൽ ഇങ്ങനെ ഇട്ടിക്കണ ഒരു ഫോട്ടോ ഉണ്ട്. അത് ഞങ്ങൾ പോയവക്കത്ത് പോയപ്പോ ഞങ്ങൾ എടുത്തതാണ്. പക്ഷെ അക്ഷയ ഒരു കോമഡിക്ക് വേണ്ടിട്ട് എന്താട്ടി അത് ഫേസ് ആപ്പ് ആക്കി വിട്ടു. ഇത് നാട്ടില് ബാസിലിന്റെ രാഷ്ട്രീയ ഗ്രൂപ്പ്, പൊതു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പാലക്കാടത്തെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഓന്റെ നാട്ടിലെ രാഷ്ട്രീയക്കാരുണ്ട്, പൗരപ്രമുഖരുണ്ട്, ഓന്റെ വാപ്പടക്ക ഗ്രൂപ്പിലുണ്ട്. അതിൽ ഈ ഗ്രൂപ്പൊക്കെ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണതിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ പോയി. അതിലും ഓന്റെ വാപ്പ പറഞ്ഞു, ബാസിൽ എനിക്ക് ഇത്ര കെട്ടാമുട്ടി നിൽക്കാനാണ് ഈ നാട്ടിലെ ഗ്രൂപ്പിൽ ഇടണ വയസ്സ്. അന്ന് ബാസിൽ നായ്ക്കളെ നിങ്ങളെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഞാൻ ശരിയാക്കുന്നത്, ഇനി മേലാൽ നിങ്ങൾ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനുശേഷം ഞങ്ങളെല്ലാം ഒന്ന് മിതാക്കി. അന്ന് പ്രശ്നങ്ങൾ കുറച്ച് കാര്യമായിട്ട് ഇതായത് തന്നെ. അപ്പം അതിനുശേഷം ബാസിൽ എന്ത് ചെയ്യും, അവന്റെ ബർത്ത്ഡേ ഡേറ്റ് പറയൂല. അങ്ങനെ ഞങ്ങൾക്ക് മിസ്സാവില്ല. അപ്പൊ കഴിഞ്ഞതിന് മുമ്പത്തെ ബർത്ത്ഡേ എന്ത് ഉണ്ടാക്കും അറിയില്ല. ഞങ്ങളാണെങ്കിൽ ഓർത്ത് വെക്കലില്ല. നോമ്പിനാണ്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം എന്നോട് പറഞ്ഞു, നോമ്പാണ് ഒന്നും വേണ്ട, ചെറുതെന്തിനൊക്കെ പറയാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. അതില് എന്നുവെച്ചാൽ പണി കിട്ടും നല്ലോ അറിയാം. അപ്പൊ ഇപ്രാവശ്യം ആരും പണിയൊന്നും കൊടുത്തില്ല. നോമ്പായതുകൊണ്ട് അലമ്പാക്കാതെ നമ്മളെന്ത് പറഞ്ഞു സാധനത്തെയോ. അപ്പൊ ബാസിൽ പറഞ്ഞു, നോമ്പൊക്കെ അല്ലേ, കേക്കൊന്നും വേണ്ട, ഒരു ചട്ടിപ്പത്തിരി മുറിച്ചാവാ. ഒരു ചട്ടിപ്പത്തിരി മുറിച്ചിട്ട് ബാസിൽ പറഞ്ഞു നമുക്ക് ആഘോഷിക്കാം. ഇങ്ങനെ വെച്ചാൽ ഒരു ആൾക്കാർക്ക് കാണില്ല. നമ്മള് ചട്ടിപ്പത്തി തിന്നാൻ വേണ്ടി മുറിക്കാട്ടോ, അങ്ങനെ ഉണ്ടാ മതി. കയ്യിൽ വെച്ചിട്ടോ ബർത്ത്ഡേന്റെ റൂൾസ് ഒന്നും അറിയില്ല. ഉറപ്പുണ്ട്. ഞങ്ങൾ ഉന്നക്കായി എല്ലാവർക്കും കിട്ടാം. ചെറിയ പൊട്ട് കിട്ടുള്ളൂ. അപ്പൊ അത്രയും ആഗ്രഹമുള്ളവർ മാത്രം കഴിച്ചാൽ മതി. കാരണം ചെറിയ ഉന്നക്കായ ഉള്ള അപ്പൊ ബാസിലെ ഈ ഒരു വർഷം ധന്യമായ വർഷമാവട്ടെ. ജീവിതത്തിലേക്ക് പുതിയ ആളുകളൊക്കെ കടന്നു വരട്ടെ. ഞങ്ങളെല്ലാവരും അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഞങ്ങളെ കൂട്ടത്തിൽ ഒരു കല്യാണം നടന്നിട്ടില്ല. ബാക്കിയുള്ള എല്ലാ സകലവിധ അലമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൂട്ടത്തിൽ പരിപാടി അപ്പൊ ഏപ്രിൽ അങ്ങനെ പറയില്ലേ, അവന് നീളം അപ്പൊ ബാസിലിന് ഈ വർഷം നല്ല കാര്യങ്ങൾ. കാരണം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇവനെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് കണ്ടൊരു വർഷമാണ് ഈ വർഷം. കാരണം PSC എക്സാമിന് ട്രൈ ചെയ്തിട്ട് PSC എക്സാമിന് പഠിക്കുന്നുണ്ട്. രാവില്ല പകലില്ലാതെ സുബൈസ്കാരത്തിന് തുടങ്ങിയാണ്ട് 12 മണി 1 മണി വരെ കഷ്ടപ്പെട്ട് എന്റെ കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പൊ ആ പഠിക്കണേന്
പടച്ചവനൊരു ഫലം കൊടുക്കട്ടെ. കാരണം ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാത്തിന്റെ പിന്നാലെ പായണോലുണ്ട്, പക്ഷെ വിവരത്തിന്റെ വിദ്യാഭ്യാസത്തിന് പിന്നാലെ പായണുണ്ടെന്നുള്ളൂ. അപ്പൊ ബാസില് കഷ്ടപ്പെടുന്നതിനുള്ള ഇത് പടച്ചവനവന് കൊടുക്കട്ടെ. അപ്പൊ എല്ലാരും അവനെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. മോനെ ഈ വർഷം ധന്യമാക്കപ്പെട്ട ഒരു വർഷമായി ബാസിലിന് ഞമ്മക്ക് എന്തായാലും വേണ്ടില്ല. ബാസിലിന് ഈ ഒരു വർഷം ധന്യമാക്കപ്പെട്ട ഒരു വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ കൂടുതലൊന്നും പറയല്ല. നമ്മൾ ഇന്നത്തെ പരിപാടി കണ്ടക്ട് ചെയ്തത് നബീലും ഞങ്ങളെ കടക്കണം. ഞങ്ങളൊരു കുഞ്ഞു ട്രാവൽ കമ്പനി ഉണ്ട്. ഞങ്ങൾ ബോറടിക്കുമ്പോൾ അതിൽ യാത്രകൾ പോകാറുണ്ട്. അത് ക്യാമ്പ് ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ മാറ്റി. അപ്പൊ ആ ക്യാമ്പിൽ നിന്ന് പരിചയപ്പെട്ട ഒരുപാട് മുഖങ്ങൾ ഇവിടെ ഉണ്ട്. ക്യാമ്പിൽ നിന്ന് പരിചയപ്പെടാത്ത മുഖങ്ങളുണ്ട്. അപ്പോ സത്യം പറഞ്ഞാൽ ഇന്നത് കോർഡിനേറ്റ് ചെയ്തത് സംഭവങ്ങളൊക്കെ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ലബീലാണ്. അപ്പൊ ഇക്കുവിനൊരു കൈയല്ലേ. അപ്പൊ ഇക്കു എന്ന് പറഞ്ഞൊരു പേര് വന്ന എങ്ങനെയാന്ന് വെച്ചാല് ഒരു ലൈൻ ഉണ്ട്. അപ്പൊ എല്ലാരും ഇക്ക വിളിക്കുമ്പോ വലിയ എന്തോ റെസ്പെക്ട് കൂടി പോയെന്ന് വെച്ചുമ്പോ സ്നേഹവും വേണം, അതിന്റെ കൂടെ റെസ്പെക്റ്റും വേണം. അതാണ് ഇക്കു എന്നുള്ളൊരു പേര്. അപ്പം ഇക്കുവിന് നമ്മുടെ ഈ കണ്ടക്ട് ചെയ്ത നബീലിന് എല്ലാവരും ഭാവങ്ങളും നേടുന്നു. അപ്പൊ നബീലിന്റെ അടുത്ത ക്യാമ്പ് എന്നാ അപ്പൊ ഏപ്രിൽ 14-15 ഇക്കു തന്നെ വെക്കുന്ന ഒരു പരിപാടി വരുന്നുണ്ട്. അപ്പൊ അത് നടക്കുന്നത് വയനാട് ഏത് പ്രോപ്പർട്ടി വെച്ചിട്ട് ഡിവൈൽഡ് പറഞ്ഞ പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. അപ്പൊ അന്ന് ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ബാസിന് പഠിക്കാവും, പക്ഷെ നമ്മളെ കൂട്ടത്തിലുള്ള ഉണ്ടാവും. അല്ല പഠിക്കലാണ്. ഇവരിപ്പോ എങ്ങനെ കിട്ടലറിയാം ഞങ്ങൾക്ക് മാസത്തിൽ 2.5 മണിക്കൂർ അങ്ങനെ കിട്ടലുള്ളൂ. ഇന്നിപ്പോ ഞാൻ എന്താ പറഞ്ഞറിയോ 9:30-9:45 ആകുമ്പോഴത്തേന് പരിചയം തിരിച്ചെത്തിക്കുന്നുള്ള വാക്കുമലാണ് പോകുന്നത്. എന്താ പ്രശ്നം അറിയോ ഇവർക്ക് പറഞ്ഞാൽ ശരിയാ. എന്താ വെച്ചാൽ നമ്മളിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ആളുകള് ക്ലാസ്സിനൊക്കെ പോകുമ്പോഴേ 1/2 മണിക്കൂർ ഇന്റർവെല്ലില് 15 മിനിറ്റ് കൊണ്ട് ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ട് പിന്നല്ല 15 മിനിറ്റ് ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരോട് നമുക്ക് എന്താ ചെയ്താൽ വരുന്നത് എക്സാം ചെയ്ത് വരുന്നത്. അപ്പൊ അതാണ് അതിന്റെ റിസ്ക്. ഞാൻ ഇപ്പൊ കാണുന്നത് ഇപ്പൊ പെട്ടെന്നൊന്നും കിട്ടും ഞാൻ പ്രതീക്ഷിക്കണില്ല. പക്ഷെ ഇപ്പൊ ട്രൈ ചെയ്ത് തുടങ്ങിയാൽ ഒരു 4-5 കൊല്ലത്തിന്റെ ഉള്ളിലെങ്കിലും എന്താ പറ്റുള്ളൂ കിട്ടും. അതാണ് അതിന്റെ ഭാഗം. അത്രേ ഉള്ളൂ. അപ്പൊ പരമാവധി നേരത്തെ കിട്ടാൻ നമ്മൾ ട്രൈ ചെയ്യില്ല. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അതിൽ പിന്നെ കിട്ടുമ്പോ കിട്ടട്ടെ അത്രയും. അപ്പൊ എന്തായാലും ഞങ്ങളെല്ലാരും ബാസിൽ നേരത്തെ കിട്ടട്ടെ എന്നാണ്. അതിനിപ്പോ ജീവിതത്തിൽ എത്രയും നേരത്തെ കിട്ടും അത്രയും നേരത്തെ നമ്മൾ ഫ്രീ ആവും. അതിപ്പോ ഇനി പടച്ചതിന് അനുഗ്രഹം പെണ്ണിന്റെ രൂപത്തിൽ കൊടുത്താലും എക്സാമിന്റെ രൂപത്തിൽ കൊടുത്താലും എല്ലാം നേരത്തെ ആവട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നീളം പോകരുതേ എന്നാണ് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞങ്ങളെ കൂട്ടത്തില് ഇക്കൊല്ലം ഉണ്ടാവുന്ന കല്യാണങ്ങൾ ഒന്ന് ഇർഫാൻഖാന്റെ കല്യാണം ഏപ്രിൽ ഉണ്ടാവും. പിന്നെ നമ്മളെ കൂട്ടത്തിൽ വരുന്ന ഫസ്റ്റ് നമ്മളെ ചെക്കന്മാരുടെ ഇടയിൽ വരുന്ന ഫസ്റ്റ് കല്യാണം അർഷുവിന്റെ കല്യാണം. അപ്പൊ അർഷു ഇതേപോലെ അർഷുവിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇടതും വലതുമായി നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ആളായിനി. അപ്പൊ എന്റെ നല്ല സമയങ്ങളൊന്നും കാണാനോ ഉണ്ടായില്ല. എങ്ങോട്ട് പോയി നല്ലട്ടോ കാനഡയ്ക്ക് പഠിച്ചാൽ. അപ്പൊ ഈ നല്ല സമയങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ അസർ നാട്ടിലൊന്നും വരിക. അസർ നാട്ടിൽ നിന്നാണ്ട് പറഞ്ഞു എന്താ ആൾക്കാർ കണ്ടപ്പോ ഫോട്ടോ അപ്പൊ ആദ്യം പോയപ്പോ 800 ഫോളോവേഴ്സ് വന്നോ പോയതാണ്. അപ്പൊ ഓൻ ഇവിടെ ഒന്ന് സീം ആരും 100K ആയത് ആൾക്കാർ ഫോട്ടോ ചോദിച്ചു ഇവിടെ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ രീതികളൊക്കെ. പിന്നെ അസറുവിന്റെ ഒപ്പം ആൾക്കാർ ഫോട്ടോ എടുക്കും. അസറുവിന് ഇപ്പൊ 100K ആയി അല്ലെന്നില്ല 100K അടുത്തായി. അപ്പം അർഷു ഇതേപോലെ ആദ്യം പോയ വ്യക്തിയാണ്. 3 വർഷമായി 3 കൊല്ലത്തിന്റെ അടുത്തായി. അപ്പൊ അർഷുവിന് ഇതുപോലെ ഈ വരുന്ന ജൂണിൽ പരിപാടി ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ആദ്യത്തെ പരിപാടി കൂടാൻ ഞങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് ഒരുങ്ങുകയാണ്. കാരണം ഒപ്പലൊക്കെ കട്ടി പോകുമ്പോൾ മനസ്സിന് ഞങ്ങൾക്കൊക്കെ പടച്ചോ കട്ടി തരട്ടെ വിചാരിച്ചു. അപ്പൊ ഞങ്ങളെ ക്യാമ്പ് കൂടുതൽ ദീർഘിപ്പിക്കണില്ല. ക്യാമ്പ് വരുന്നത് 14-15 പറ്റുന്നവരൊക്കെ ആയോ. ഞങ്ങൾ സ്കൂൾ പൂട്ടിന്റെ ടൈമിൽ വെച്ചതാണ്. ആർക്കും എക്സാമുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എക്സാമുകളും സംഭവങ്ങളും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ. കാരണം എപ്പോഴും എന്തെങ്കിലും വെച്ചാൽ എല്ലാവരും പറയും അന്ന് എക്സാം ഇനി. അപ്പൊ പറ്റുന്നവരൊക്കെ വരിക. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് കോമ്പത്തോടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ബഡ്ജറ്റിനനുസരിച്ച് ഓരോ തുറയും വെക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ വലിയ തുറവ് വെക്കുന്നുണ്ടെങ്കിൽ കണ്ടാറപ്പെട്ടി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വെക്കാം. എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റും. നമുക്ക് കിട്ടുന്ന പൈസന്റെ അനുസരിച്ച് ഇതിപ്പോ നബീൽ വെച്ചതാണെങ്കിലും ഇവിടുത്തെ എക്യുപ്മെന്റ്സിനുള്ള പൈസ സംഭവങ്ങൾ പൈസ അല്ലാണ്ട് നബീൽ ഇതിൽ ലാഭം നിർത്തി
എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് നടത്തിയത്. പിന്നെ ചട്ടിപ്പത്തിരിന്റെ പൈസ എക്സ്ട്രാ എടുത്തിട്ട് നല്ലതൊന്നും എടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ പരിപാടിക്ക് വന്ന് സഹകരിച്ച നമ്മുടെ പരിപാടിന്റെ ഭാഗമായ ഓരോരുത്തരോടും എന്റെ പേരിലും മണവാളൻ ആൻഡ് സൺസിന്റെ പേരിലും ഹിക്കുവിന്റെ പേരിലും ഹൈക്കിൻസിന്റെ പേരിലും ബാസിന്റെ പേരിലും നിങ്ങളെല്ലാ ഫ്രണ്ട് സർക്കിളിന്റെ പേരിലും നന്ദി പറയുന്നു. അപ്പൊ വൺസ് അഗൈൻ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. എല്ലാവരും കൂടി ഒരുമിച്ച് താഴെ കുറച്ച് ദിവസം ഒരു ഗ്രൂപ്പ് ഫോട്ടോ അവിടെ നിന്ന് എടുക്കാം. പിന്നെ